الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم فطوعت له نفسه قتل أخيه فقتله فأصبح من الخاسرين صدق الله അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പാലിച്ചും പരിപാലിച്ചും മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ ദാസന്മാരിൽ ഉൾപ്പെട്ടവരായിരിക്കുവാൻ നമ്മെല്ലാവരെയും തുണക്കുമാറാകട്ടെ. തഖ്വയുടെ മാസമാണ്, അല്ലെങ്കിൽ ആ മാസത്തിലേക്കാണ് തൊട്ടടുത്ത ദിവസം നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. റമദാൻ മാസത്തിലുള്ള എല്ലാ ഖൈറും പ്രദാനം ചെയ്തുകൊണ്ട് റബ്ബ് നമ്മെ എല്ലാവരെയും ധന്യരാക്കുമാറാകട്ടെ. എല്ലാ കർമ്മങ്ങളും എല്ലാ ബാധ്യതകളും യഥാവിധി പുലർത്തുവാനും അനുവർത്തിക്കുവാനുമുള്ള തൗഫീഖ് അവൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുകയും എല്ലാ ദോഷങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. റമദാൻ തഖ്വയുടെ മാസമാണെന്ന് ഇവിടെ പറഞ്ഞു. സ്വാഭാവികമായും അത് സംബന്ധമായിട്ടുള്ള വർത്തമാനങ്ങളാണ് സാധാരണ ഈ സമയത്തുള്ള ഖുത്ബകളിൽ നമ്മൾ കേൾക്കുക. പക്ഷെ അങ്ങനെ കേൾക്കുമ്പോഴും നമുക്ക് സമകാലിക ലോകത്തിന്റെ ചില അവസ്ഥകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം എന്തു തന്നെയായാലും തഖ്വ എന്ന് പറയുന്നത് നമ്മളെ നമ്മിലേക്ക് തന്നെ ഒതുക്കിക്കളയുന്ന ഒരു പരിശീലനമല്ല, മറിച്ച് ഈ ലോകത്തോട് ശരിയായ രീതിയിൽ പ്രതികരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന മൂല്യമാണ്. അതിനുള്ള ഒരു കരുവാണ്, ആയുധമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലോകത്ത് എന്ത് നടക്കുന്നു, എങ്ങനെയാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത് എന്നതിനെ ശരിയായി അപഗ്രഥിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നത് മറക്കരുത്. ഇപ്പോഴ് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഒരു ബഹുജനത്തിന്റെ നാവാണ് സോഷ്യൽ മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം. വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം വയലൻസാണ്. യുവാക്കൾക്കിടയിൽ വയലൻസിനോടുള്ള ഒരു അഭിനിവേശം. ഇതിങ്ങനെ പുതിയ ജനറേഷന്റെ ഒരു പ്രശ്നമായിട്ട് അങ്ങനെ പർവ്വതീകരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്, ഇതൊരു പുതിയ പ്രശ്നമല്ല. വിശുദ്ധ ഖുർആനിൽ മനുഷ്യ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ ഒരു സഹോദരനെ കൊന്ന മറ്റൊരു സഹോദരന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. കൃത്യമായിട്ട് ഫഖതലഹു എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അനുജനെ കൊന്നു ജ്യേഷ്ഠൻ,
അതൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതേസമയം അതിന്റെ കൃത്യമായ ഒരു അനാലിസിസ് ഖുർആനിൽ വരുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ ഒരു അനാലിസിസ് വന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് വേണം എന്നതിനെ കുറിച്ചുള്ള ചിന്തയും അതിന്റെ ഭാഗമാണ് എന്ന് കാണാം. ഇതുപോലെ തന്നെ കുഞ്ഞു സഹോദരനോട് അന്യായം പ്രവർത്തിച്ചിട്ടുള്ള സഹോദരന്മാരുടെ ഒരു കൂട്ടത്തെയും ഖുർആൻ പരിചയപ്പെടുന്നുണ്ട്. ഒരാളുടെ മാത്രം പ്രശ്നമല്ല. അത് യൂസഫിന്റെ കാലത്ത് യൂസുഫ് അലൈഹിസ്സലാം ഒരു ബാലനായിരിക്കുന്ന ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയി കിണറ്റിൽ തള്ളിയിട്ട കഥയാണ്. അതും വളരെ മാരകമായ വയലൻസ് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പുതിയ എന്തോ ഒരു പ്രശ്നമാണ്, പുതിയ ജനറേഷൻ ആകപ്പാടെ വഴിതെറ്റിപ്പോയി എന്ന ചിന്തയോടുകൂടി ഇതിനെ സമീപിക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയല്ല. അതോടൊപ്പം തന്നെ സ്വത്ത് തർക്കത്തിന്റെയും മറ്റുമൊക്കെ പേരിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കത്തിയും കുടുവാളും ഒക്കെ എടുക്കുന്ന മുതിർന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതും ന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. എന്നിരുന്നാൽ പോലും യുവാക്കളുടെ കാര്യത്തിൽ നമുക്കൊരു ജാഗ്രത ആവശ്യമാണ്. ആ ജാഗ്രത മൗലികമായിട്ട് അവരിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ ഒരു ഉപദേശത്തിന്റെ സ്വഭാവത്തിലല്ല അത് വേണ്ടത്. എന്നാൽ അവരിൽ ആ ജാഗ്രത ഉണ്ടാകണമെങ്കിൽ മുതിർന്ന തലമുറ ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കുറെ വസ്തുതകൾ വേറെയുമുണ്ട്. സൂക്ഷ്മതാപൂർവമായ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഇത് അനലൈസ് ചെയ്യുമ്പോൾ ഖുർആൻ പറയുന്നൊരു വർത്തമാനമാണ്. ആബേലിന്റെയും കയന്റെയും സംഭവം പറഞ്ഞപ്പോൾ അതാണ് തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. ഒരു വല്ലാത്തൊരു ഒരു ബ്ലഡ് ലസ്റ്റ് എന്ന് നമ്മൾ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു രക്തപ്പക. ഈ പകയൊക്കെ യഥാർത്ഥത്തിൽ ലോക സാഹിത്യത്തിലും അങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഇപ്പൊ ഭീതിയുടെ ക്ലാസിക് എന്നറിയപ്പെടുന്ന ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള. ഡ്രാക്കുള എന്ന് പറഞ്ഞാൽ അത് ഭീതിയുടെ ക്ലാസിക് എന്നാണ് പറയുന്നത്. ജനപ്രിയ നോവലായി മാറിയിട്ടുണ്ടെങ്കിലും അതൊരു ക്ലാസിക് നോവൽ തന്നെയാണ്. സാധാരണ സാഹിത്യ രംഗത്തൊക്കെ ഒരു പുതിയ ഘടനയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അതിൽ ആ ഡ്രാക്കുള ഒരു റിവഞ്ചിന്റെ പ്രതിനിധാനം കൂടിയാണ്. അതോടൊപ്പം തന്നെ വയലൻസ്, ഒപ്പം അത് മാരകമായി പ്രദർശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഇപ്പറഞ്ഞ ബ്ലഡ് ലസ്റ്റാണ്. രക്തത്തോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി, കൊതി. അപ്പോൾ അതൊരു പ്രതീകമാണ്. ആ പ്രതീകം ഉണ്ടാകുന്നതും യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു കൊളോണിയൽ കാലഘട്ടത്തിലാണ് എന്നതുകൂടി തിരിച്ചറിയേണ്ടതാണ്. ഡ്രാക്കുള എന്ന നോവലിന് കൊളോണിയലിസവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് വായനകൾ ഉണ്ടായിട്ടുണ്ട്, അത്തരം വിശകലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ വളരെ ഈസി ആയിട്ട് ഒരാളെ കൊല്ലാൻ രക്തപാനം എന്ന് പറയുന്നതൊക്കെ ഒരു പ്രതീകമായിട്ട് എടുത്താൽ മതി. ഒരാളെ വളരെ ഈസി ആയിട്ട് കൊല്ലാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അയാൾക്ക് സഹോദരനെ കൊല്ലുക എന്നത് അയാളുടെ നഫ്സ് വളരെ എളുപ്പമാക്കി കൊടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിലും മാനസികാവസ്ഥയിലും നിൽക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര കിടിലം ഉണ്ടാകും. പക്ഷെ അയാൾക്കത് വളരെ ഈസി ആയിട്ട് മാറും. എന്തുകൊണ്ടെന്നാൽ അയാളുടെ നഫ്സ് ഈ പറയുന്ന കത്തല അഖീഹി എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, സഹോദരനെ കൊല്ലുക എന്ന് പറയുന്ന പ്രവൃത്തി വളരെ എളുപ്പമാക്കി കൊടുത്തു. പക്ഷെ അതുകൊണ്ടെന്ന് സംഭവിച്ചു എന്ന് വെച്ചാൽ അസ്ബഹ മിനൽ ഖാസിരീൻ, അയാള് വലിയ നഷ്ടം സംഭവിച്ചവരിൽ പെട്ടു. അല്ലെങ്കിൽ അയാൾ തന്നെ പിന്നീട് വളരെ ഖേദത്തിലകപ്പെട്ടു എന്നുള്ളതാണ്. ഇതേ കാര്യം യൂസുഫ് അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുമ്പോഴും പറയുന്നുണ്ട്. യാക്കൂബ് അലൈഹി സ്വലാമയോട് വന്നിട്ട് മക്കള് പറയാണ്, ചെന്നായ പിടിച്ചു പോയി അനിയനെ, എന്നിട്ട് രക്തം കലർന്ന ഒരു കുപ്പായ എടുത്ത് കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്ത സമയത്ത് യാക്കൂബ് നബി പറയുന്ന വർത്തമാനത്തിൽ കാണാം, കാല ബൽ സവലത്തിലക്കും അംഫുസുക്കും അമ്ര. ഇവിടെ അമ്ര എന്ന് പറഞ്ഞാൽ കാര്യം എന്നേ അർത്ഥമുള്ളൂ, പക്ഷെ ഒരു ഭയങ്കരമായ കൃത്യം എന്ന് സന്ദർഭത്തിൽ നിന്ന് അർത്ഥമെടുക്കണം. ഭയങ്കരമായ അതിഭീകരമായ ഒരു കൃത്യം നിർവഹിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷകരമായി മാറുകയാണ് ചെയ്തത് എന്ന് സ്വന്തം മക്കളോട് തന്നെയാണ് പറയുന്നത്. ഒരു പാരന്റിങ്ങിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ ഇത്. ചിലപ്പോൾ അങ്ങനെയും പറയും. നമ്മൾ വളരെ പെരിഫറലായിട്ടുള്ള ചില നിഗമനങ്ങളിൽ ചെന്നെത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതും മറക്കാൻ പാടില്ല. അവിടെ നമ്മൾ ഓരോരുത്തരും ഓരോ നിഗമനത്തിൽ അങ്ങ് ചെന്നെത്തിയിട്ട് അതങ്ങനെ അങ്ങോട്ട് തള്ളുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ പിതാവ് തന്നെയാണ് മക്കളോട് പറയുന്നത്,
ഒരു ഭീകരമായ കൃത്യം നിർവഹിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷകരമായി മാറി. ആ പറയുന്ന പിതാവ് ഒരു വെറും പിതാവല്ല, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹുവിന്റെ റസൂലായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഈ വർത്താനം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രവാചകൻ തന്നെ പറയുമ്പോൾ ആ പ്രവാചകൻ മക്കളെ നേരായി വളർത്തുന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരാളാണ്. പരാജയപ്പെട്ടിട്ടുണ്ടാവാം, ജയപരാജയങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നതൊക്കെ വേറൊരു മാനദണ്ഡത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ അത് ചെയ്യാത്ത ഒരാളാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. മക്കൾക്ക് മുന്നിൽ ഒരു മോശം മാതൃക കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാളൊന്നുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ സംഭവിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇവിടെ ഖുർആൻ പറയുന്ന നഫ്സ്, രണ്ടിടത്തും നഫ്സ് വന്നിട്ടുണ്ട്. സഹോദരനെ കൊല്ലുക എന്നത് അവന്റെ നഫ്സ് അവന് വളരെ എളുപ്പമാക്കി കൊടുത്തു. യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുമ്പോൾ ബൽ സവ്വലത് ലക്കും അൻഫുസുക്കും അംറ, ഭീകരമായൊരു കൃത്യം നിർവഹിക്കുക എന്നത് നിങ്ങളുടെ, അവിടെ കുറെ ആളുള്ളത് കൊണ്ടാണ് ഈ അൻഫുസുക്കും എന്നുള്ള വാക്ക് വന്നത്. നിങ്ങളുടെ നഫ്സുകൾ നിങ്ങൾക്ക് വളരെ സന്തോഷകരമാക്കി അനായാസമാക്കി മാറ്റി എന്നതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പൊ നഫ്സിനെ സ്വാധീനിക്കുന്ന കുറെ ഘടകങ്ങൾ, ഇതിലാണ് നമ്മൾ ജാഗ്രത കാണിക്കുന്നത്. മൊത്തം ഈ സംഭവങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ നഫ്സിനെ സ്വാധീനിക്കുന്ന അനാശാസ്യമായ പ്രവണതകൾ, ഹിംസയെ ഒരുപാട് വിഷയമാക്കിയിട്ടുള്ള കുറെ സാഹിത്യകൃതികളും ഒരുപാട് കലാസൃഷ്ടികളും ഒക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഹിംസയെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. പുതിയ കാലത്ത് അത്തരം ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വസ്തുതയാണ്, അതിലേക്ക് നമുക്ക് വരാം. അതേസമയം തന്നെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഹിംസയെ എടുത്ത് പുറത്തിടുന്ന, അത് മനുഷ്യന്റെ ഒരു കാപട്യം എന്ന നിലക്ക് അതിനെ പ്രകാശിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന, എന്നാൽ അതിന്റെ ദുരന്തങ്ങളെ കൂടി ചിത്രീകരിക്കുന്ന ഒരുപാട് കൃതികൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം വില്യം ഷേക്സ്പിയറുടെ നാടകങ്ങളൊക്കെ തന്നെയാണ്. അതിൽ തന്നെയും ഏറ്റവും പ്രധാനം വിശേഷിച്ചും മാക്ബത്ത്. ഈ മാക്ബത്ത് എന്ന് പറയുന്ന നോവലില് പുറത്തു നിന്നുള്ള ഒരു പ്രലോഭനം ഉണ്ടാകും. ഈ പ്രലോഭനം എന്ന് പറയുന്നത് ശൈത്താന്റെ പ്രലോഭനം എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അപ്പൊ ശൈത്താനാണ്, ശൈത്താൻ ആദമിനെ പ്രലോഭിപ്പിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആദമിൽ ഒരു ദുർബോധനം സൃഷ്ടിച്ചു ശൈത്താൻ. അപ്പൊ പുറത്തു നിന്നുള്ള ബാഹ്യമായിട്ടുള്ള ഒരു സംഗതി. പക്ഷെ ശൈത്താൻ എന്ന് പറയുമ്പോൾ അത് ബാഹ്യമായിട്ട് മാത്രമല്ല, ആന്തരികമായിട്ടും അത് പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് നഫ്സ്, മനുഷ്യന്റെ ശരിയായ ഫിത്ര ഇത്തരം കാര്യങ്ങൾക്കൊന്നും പ്രേരിപ്പിക്കുന്ന ഒന്നല്ല. എന്നിട്ടും നിങ്ങളുടെ നഫ്സ് നിങ്ങൾക്ക് ഇത് അലങ്കാരമായി തോന്നിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ആ നഫ്സിന്റെ പ്രകൃതത്തിന്റെ കുഴപ്പമല്ല, ആ നഫ്സിൽ നിന്ന് വരുന്ന ശൈത്താനീയത്താണ് എന്ന് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ ബാഹ്യശക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ ബാഹ്യശക്തികളുടെ പ്രതീകമായിട്ട് മാക്ബത്തില് 3 മന്ത്രവാദിനികൾ വരുന്നു, 3 വിച്ചസ്. അവരുടെ വർത്തമാനം കേട്ടിട്ടാണ് മാക്ബത്ത് ഈ ക്രൂരകൃത്യമൊക്കെ ചെയ്യുന്നത്. ഒരു യുദ്ധം ജയിച്ചിട്ട് അയാളിങ്ങനെ വരികയാണ്. അയാളൊരു വലിയ പോരാളിയും സേനാനായകനും ഒക്കെയാണ്. യുദ്ധം ജയിച്ചിട്ട് വരുന്ന സമയത്താണ് 3 മന്ത്രവാദിനികളെ അയാൾ കണ്ടുമുട്ടുന്നത്. അവരിയാളോട് പറയാണ്, ഓൾ ഹെയിൽ മാക്ബത്ത്, ഹെയിൽ ടു തീ, വിജയിക്കട്ടെ മാക്ബത്ത്, ഇനിയും വിജയിക്കട്ടെ, എല്ലാ വിജയവും മാക്ബത്തിനുള്ളതാണ്, മാക്ബത്ത് നീണാൾ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പ്രലോഭിപ്പിച്ചിട്ട് അയാളെ വിശേഷിപ്പിക്കുകയാണ് താനി ഓഫ് ഗ്ലാമിസ്, അതുപോലെ താനി ഓഫ് കൗഡോ. അവിടെയുള്ള 2 പ്രവിശ്യകളെ സംബന്ധിച്ച് പേര് പറഞ്ഞിട്ട് അവിടെയുള്ള പ്രഭു താനി എന്ന് പറഞ്ഞാൽ പ്രഭു അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തുള്ളയാൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ആ അയാളുടെ ഔന്നത്യത്തെ വാഴ്ത്തിയിട്ട് പിന്നെ പറയുന്നത് ഓൾ ഹെയിൽ മാക്ബത്ത് ദാറ്റ് ഷാൽ ബി കിങ് ഹിയർ ആഫ്റ്റർ, ഇനി അങ്ങോട്ട് രാജാവാകേണ്ട ഒരാളാണ് എന്നൊരു പ്രവചനവും കൂടി അങ്ങോട്ട് വെക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മാക്ബത്തിന്റെ മനസ്സിൽ അങ്ങോട്ട് കഴിഞ്ഞത്. ഇനി അങ്ങോട്ട് ഞാനാണ് രാജാവാകേണ്ടത്. രാജാവാകുക എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമല്ലല്ലോ. ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, ശൈത്താന്റെ പ്രലോഭനം എന്താണെന്ന് വെച്ചാൽ ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽക്കിൻ ലാ യബ്ല, നിനക്ക് ഞാനൊരു മരം കാണിച്ചു തരാം, അത് എന്നേക്കുമുള്ള ജീവിതത്തിന്റെയും അധികാരത്തിന്റെയും മരമാണ്. അവ ഭൗതികമായിട്ടുള്ള ജീവിതത്തിലുള്ള സുഖസമൃദ്ധിയും അതോടൊപ്പം തന്നെ അധികാരവും, ഇതാണ് മാക്ബത്തിനെ പ്രലോഭിപ്പിച്ചത് എന്നത് വ്യക്തമാണ്. ഫതകൂന മിനൽ ളാലിമീൻ, അങ്ങനെ അതിന് ലംഘിക്കുകയും അക്രമികളിൽ പെടുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് ലംഘിക്കുകയും അക്രമികളിൽ പെടുകയും ചെയ്തു. ശൈത്താൻ ആദം അലൈഹി സ്വലാമയോട് പറഞ്ഞത്, ആ പഴം അങ്ങോട്ട് പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ആരാ? നീ വലിയ രാജാവാണ്, മാത്രമല്ല ഈ ലോകത്തുള്ള സുഖഭോഗങ്ങളൊക്കെ എന്നേക്കും നിനക്ക് അനുഭവിക്കാൻ കിട്ടുകയും ചെയ്യും, നിനക്ക് വളരെ ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതവും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ബാഹ്യ സ്വാധീനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രലോഭനം എന്ന് പറയുന്നത്, ആ പ്രലോഭനത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഈ മാക്ബത്തില് ഈ 3 ദുർമന്ത്രവാദികൾ വരുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും.
ഇതുപോലെ സ്വാധീനം ചെലുത്തുന്ന ബാഹ്യ ഘടകങ്ങൾ ഒരുപാട് ഇന്നത്തെ ലോകത്തുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതേക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തത് സിനിമയും മാധ്യമങ്ങളും ഒക്കെ തന്നെയാണ്. സിനിമയും മാധ്യമങ്ങളും ഒക്കെ തന്നെയാണ്. അതിൽ പ്രതികാരം, അതുപോലെ തന്നെ ഹിംസാഭിമുഖ്യം, ഇതിനൊക്കെ ന്യായവൽക്കരണത്തോടു കൂടി കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ഇത്തരം ഹിംസകൾ പ്രകടിപ്പിക്കുന്ന ആളുകളുടെ കൂടെ അവരോട് അനുഭാവം കാണിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്ന സ്വഭാവത്തിലുള്ള ഘടന, പ്രമേയങ്ങൾ ചിലപ്പോൾ സിനിമകൾ സ്വീകരിക്കുന്നതായിട്ട് കാണാറുണ്ട്. എന്നിട്ട് അതാണ് നീതി, അത് നീതിക്ക് വേണ്ടി എന്നുള്ളതാണ്, ഇറ്റ്സ് ഫോർ ജസ്റ്റിസ്. അതുപോലെ തന്നെ ദേ ഡിസേർവ് ഇറ്റ്. ആ ആക്രമിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരത് അർഹിക്കുന്നുണ്ട്. ദർ ഇസ് നോ അതർ വേ. വേറൊരു മാർഗവും ഈ നായകന്റെ മുമ്പിൽ ഇല്ലായിരുന്നു. നായകന്റെ മുമ്പിൽ വേറൊരു മാർഗവും ഇല്ലായിരുന്നു എന്നൊക്കെ മുമ്പൊക്കെ പിന്നെ വളരെ നന്മയുടെ അല്ലെങ്കിൽ ഗുണങ്ങളുടെ ഒരു മൂർത്തരൂപമായിട്ടാണ് നായകന്മാർ അവതരിപ്പിക്കപ്പെടാറുള്ളത്. അങ്ങനെ ഒരു മനുഷ്യനുണ്ടാവില്ല, അത് യാഥാർത്ഥ്യ ബോധത്തിന് നിരക്കാത്ത ഒന്നാണ്. എന്നാൽ അതേസമയം തന്നെ നേരെ തിരിച്ച് അങ്ങേയറ്റത്തെ തിന്മകളും ഹിംസയും പ്രകടിപ്പിക്കുന്ന നായകരെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ അവരുടെ പക്ഷത്ത് നിൽക്കുകയും ആ തിന്മയെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. കമ്പോളത്തിൽ യഥാർത്ഥത്തിൽ ഒരു ട്രെൻഡ് ഉണ്ടാക്കുകയാണ്. ഒരു ഉൽപ്പന്നം എന്ന നിലക്ക്, അവിടെ അതൊരു കലാസൃഷ്ടിയല്ല, മറിച്ച് ഒരു ഉൽപ്പന്നം എന്ന നിലക്ക് വിറ്റ് പോകുവാൻ വേണ്ടി ഒരു ട്രെൻഡ് ഉണ്ടാക്കുന്നു. ആ ട്രെൻഡിന് നമ്മളെ അടിപ്പെടുത്തുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് പ്രമേയങ്ങൾ ഉണ്ടാക്കുകയും സൃഷ്ടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അവിടെ നിന്നും വിട്ടിട്ട് അങ്ങേയറ്റം നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു വയലൻസ് വളരെ സാധാരണമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഇതൊരു ഘടകമാണ്. രണ്ടാമതൊരു ഘടകം എന്ന് പറഞ്ഞാൽ, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു. മാധ്യമങ്ങൾ അതിന്റെ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ സചിത്ര വിവരങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ സീൻ ബൈ സീനായിട്ട് അല്ലെങ്കിൽ ഷോട്ട് ബൈ ഷോട്ടായിട്ട് മാധ്യമങ്ങൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഇത്രയൊന്നും ജാഗ്രത ആവേണ്ട കാര്യമൊന്നുമില്ല മാധ്യമങ്ങൾ. ഇത്രയും വലിയ വിവരങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിഞ്ഞാൽ മതി. അതല്ലാതെ ഇയാൾ പോയതും രാവിലെ പോയ സമയവും ആ മറ്റേ ഇരയുടെ വീട്ടിലേക്ക് വെച്ച സ്റ്റെപ്പുകളുടെ എണ്ണവും, അതുപോലെ തന്നെ അയാൾ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ആ ഇര വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതിന്റെ CCTV ദൃശ്യവും, ഇതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ, നമ്മൾ തന്നെ ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി വിശദീകരിച്ചിട്ട് ആകെ കൂടി പഴയ ഒരു പൈങ്കിളി ഡിറ്റക്റ്റീവ് നോവലിന്റെ ഒരു സ്വഭാവത്തിലാക്കും. എന്നിട്ട് അതങ്ങനെ അങ്ങോട്ട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം വർണ്ണനകളും യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരകമാകും എന്ന തരത്തിലുള്ള മനഃശാസ്ത്ര പഠനങ്ങളുണ്ട് എന്നത് തിരിച്ചറിയേണ്ടതാണ്. സമാനമായിട്ട് തന്നെ വിനോദവുമായി ബന്ധപ്പെട്ട് പല ചില വീഡിയോ ഗെയിമുകളൊക്കെ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ ആക്ടിവിറ്റികളിൽ എൻഗേജ് ചെയ്യുന്നതായിട്ടാണ് സങ്കല്പിക്കുക. ഷൂട്ടർ ഗെയിമുകൾ, അതുപോലെ വാർഫെയർ ഗെയിമുകൾ, മാൻഹണ്ട് സീരീസുകൾ, ഗെയിമുകളുടെ സീരീസുകൾ തന്നെ. അപ്പോൾ അത്തരം സീരീസുകളും അത്തരം ഗെയിമുകളും ഒക്കെ കുറ്റകൃത്യങ്ങൾ അനായാസമാക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു അന്തരീക്ഷം ഗ്രാഫിക്സും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് അതിമനോഹരവും അത്യാകർഷകവുമായ ഫ്രെയിമുകൾ സിനിമകളിലൊക്കെ ഉള്ളതുപോലെ അത്തരം ഫ്രെയിമുകൾ ഗെയിമുകളിലും നിർമ്മിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം സംഗതികൾക്ക് തീരെ ചെറുപ്രായം മുതൽക്ക് തന്നെ കുട്ടികൾ അഡിക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ലഹരി മരുന്നുകളുടെ വളരെ വ്യാപകമായ ഉപയോഗം. എന്തും വിറ്റഴിക്കുക, എങ്ങനെയും ലാഭമുണ്ടാക്കുക എന്ന ഒരു മുതലാളിത്ത ചിന്ത ആളുകളിൽ വളർന്നതോടുകൂടി പിന്നെ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളൊന്നും ആളുകൾക്ക് ഒരു പ്രശ്നമല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ സമൂഹത്തിൽ പ്രചരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്നാണ് ഈ പറയുന്ന ഒരു രക്തക്കൊതി, അത് വളരെ മാരകമായ ഒരു മാനസിക വ്യതിയാനത്തിന്റെ തലത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളത് കാണേണ്ടതാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്ന സഹോദരനെ കൊല്ലുക എന്ന് പറയുന്നത് അയാൾക്കത് എളുപ്പമായി മാറുന്നു. മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധം അയാൾക്കത് എളുപ്പമായി മാറുന്നു. ഇവിടെ ഒരു അവബോധത്തിന്റെ പ്രശ്നമാണ്. നമ്മൾ തിരിച്ചറിയണം, കൗമാരക്കാരുടെ മാനസികാവസ്ഥയെ കുറിച്ച് തിരിച്ചറിയണം. പ്രത്യേകിച്ചും ആൺകുട്ടികളിൽ ശ്രദ്ധ നേടാനും ഐഡന്റിറ്റി സ്ഥാപിക്കുവാനും ശ്രമിക്കുന്ന ഒരു കാലമാണ്. അത് മാത്രവുമല്ല, ചുറ്റിലും നിന്നുള്ള ആവേശപ്പെടുത്തലും കൂടി ആകുമ്പോൾ അത് ഇത്തരം സംഗതികളിലൊക്കെ പ്രചാരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവര് ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. കാരണം അവന്റെ ആണത്വത്തെ സ്ഥാപിക്കാൻ ഇതൊക്കെയാണ് മാർഗം. അങ്ങനെ അതൊരു ടോക്സിക് മാസ്കുലിനിറ്റി ആയിട്ട് മാറുക. പൗരുഷം എന്ന് പറഞ്ഞാൽ വിഷമയമായിട്ട് മാറുകയാണ് എന്ന് കാണാൻ സാധിക്കും. മാക്ബത്തിൽ അതുണ്ട്. മാക്ബത്തിൽ ഇയാൾ മടിച്ചു നിൽക്കുന്നുണ്ട്. രാജാവിനെ കൊല്ലാനും ഇതുപോലുള്ള ക്രൂരത പ്രവർത്തിക്കാനും ഒക്കെ അയാൾ മടിച്ചു നിൽക്കുന്ന സമയത്ത് അയാൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും ഒക്കെ ഭാര്യ അവിടെ നിന്നിട്ട് അയാളുടെ ആണത്തത്തെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു വലിയ വംശീയ കലാപം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൊത്തം സിസ്റ്റം തന്നെ അങ്ങനെ ആയിപ്പോയി എന്നിടത്ത് ഒരു ന്യൂ ജനറേഷനെ പഴി പറഞ്ഞിട്ട് എന്താ കാര്യം?
ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു ഭീകരമായ വംശീയ കലാപത്തിൽ മടിച്ചു നിന്ന ആണുങ്ങൾക്ക് അവരുടെ സ്വന്തം സ്ത്രീകൾ വള ഊരി കൊടുത്തിട്ടും മറ്റുമൊക്കെ അവരെ പരിഹസിച്ചിരുന്നതായിട്ട് പത്ര റിപ്പോർട്ട് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അങ്ങനെ ഒരു പത്ര റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങൾ എന്തിനാ ആണായിട്ട് നീയൊക്കെ ജീവിക്കുന്നത് എന്ന് പരിഹസിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷനായിട്ടുള്ള ഒരുത്തൻ അവിടെ നിൽക്കൂല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയാൾ ചെയ്തിരിക്കും വരും. അവിടെ പിന്നെ യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവും ഒരു ദയയും പ്രവർത്തിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യുക, പുരുഷത്വത്തിന് നിർവചനങ്ങൾ ഉണ്ടാക്കുക. ഡോക്ട്രൈൻ ഓഫ് ഫാഷിസം എന്ന മുസോളിനിയുടെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പുരുഷൻ എന്താവണം എന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ട്. പുരുഷൻ എന്താവണം? ഫാഷിസത്തിന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭാവിയിലുള്ള പുരുഷന്മാരെ, ഭാവിയിലേക്ക് പുരുഷന്മാരെ പ്രസവിക്കുക എന്നുള്ളതാണ്. ധീരരായ പുരുഷന്മാരെ പ്രസവിക്കുക എന്നുള്ളതാണ് സ്ത്രീയുടെ ദൗത്യം. അയാൾ എഴുതി വെച്ചതാണ്. ഫാഷിസത്തിന്റെ തത്വങ്ങളെ വിവരിക്കുമ്പോൾ ആ ലേഖനത്തിൽ എൻസൈക്ലോപീഡിയ ഇറ്റാലിയാന എന്ന സർവ്വവിജ്ഞാന കോശത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയ ലേഖനമാണ്. അതിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതേസമയം ആണുങ്ങളുടെ ധർമ്മം യുദ്ധം ചെയ്യുക, കൊല്ലുക, നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വളരെ നാശകാരിയായിട്ടുള്ള ഒരു സിസ്റ്റം തന്നെ വളർന്നു വരുമ്പോൾ അതിന്റെ കീഴിൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെയാണ് സംഭവിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഭാഗത്ത് പ്രതിഷേധം കൊണ്ടും അല്ലെങ്കിൽ മറുഭാഗത്ത് ഈ പറയുന്ന അധികാര ഘടനകളുടെ കൊള്ളരുതായ്മ കൊണ്ടും പരമ്പരാഗതമായിട്ടുള്ള കുറെ ഘടനകൾ തകർന്നു പോകുന്നുണ്ട്. നമ്മളിപ്പോ ഈ പ്രതിരോധത്തിന്റെയും സമരത്തിന്റെയും ഭാഗമായിട്ടും ഒരുതരം വ്യക്തിവാദ ലിബറലിസത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഒരു ഇൻഡിവിജ്വലിസ്റ്റ് ലിബറലിസത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പൊ അതോടുകൂടി ഓരോരുത്തരും ഓരോന്നായിട്ട് മാറുന്നു. ഒരു കെട്ടും ബാധകമാകാത്ത അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥ. നവമാധ്യമങ്ങളൊക്കെ അത്തരം സംഗതികളെ പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. മുന്നേ പറഞ്ഞിരുന്നു ഈ തന്ത വൈബ്, അമ്മാവൻ സിൻഡ്രം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ നല്ല കാര്യങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു പ്രവണത. ഈ അമ്മാവൻ സിൻഡ്രം ഒക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉള്ളതാണ്. അത് മുതിർന്ന തലമുറ പ്രകടിപ്പിക്കുന്നതുമാണ്. വളരെ വിഷമയമായിട്ടുള്ള ടോക്സിക് പാരന്റിംഗ് എന്ന് പറയുന്നതൊന്നും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അതേസമയം ഇത് വെച്ചിട്ട് എല്ലാത്തിനെയും, അതുമായി ബന്ധപ്പെട്ട എല്ലാ നിയന്ത്രണങ്ങളെയും തള്ളിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അതിശക്തമായ സാമൂഹിക ബന്ധങ്ങളുടെ ഒരു അഭാവമാണ് ഉണ്ടാകുന്നത് എന്ന് കാണേണ്ടതാണ്. അതോടുകൂടി യുവാക്കൾക്ക് ഒരു ധാർമ്മിക ലക്ഷ്യം ഇല്ലാതാവുകയും അവരൊരുതരം അഗ്രസീവ് ബിഹേവിയേഴ്സിലേക്ക്, വളരെ ആക്രാമകമായിട്ടുള്ള സ്വഭാവങ്ങളിലേക്ക് എളുപ്പം വഴങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇന്നത്തെ തത്വചിന്തകളും ആ അർത്ഥത്തിലുള്ള അരാജകത്വത്തെ ഏതോ നിലക്ക് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോ ഈ പോസ്റ്റ് എന്നുള്ള വാക്ക് നമുക്കിപ്പോ വളരെ പ്രിയങ്കരമാണ്. പോസ്റ്റ് മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. പുതിയ കാലത്തുള്ള സമരങ്ങൾ, അധികാര ഘടനയെ ചോദ്യം ചെയ്യൽ. പക്ഷെ ആളുകൾക്കിടയിൽ ഇതൊന്നും ഈ സ്വഭാവത്തിലല്ലല്ലോ വ്യാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പോസ്റ്റ് ഹ്യൂമൻ, പോസ്റ്റ് ട്രൂത്ത്, പോസ്റ്റ് ഐഡിയോളജി, മനുഷ്യനല്ലാതാകുന്നതിന്റെ പേരാണ് പോസ്റ്റ് ഹ്യൂമൻ. അതെങ്ങനെയാവാലോ? മനുഷ്യൻ എന്നതിന്റെ നിർവചനം അധികാര ഘടന ഏറ്റെടുത്തപ്പോൾ അതിനോടുള്ള പ്രതിഷേധമാണ് പോസ്റ്റ് ഹ്യൂമൻ എന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്, അത്തരം ചിന്തയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് മനുഷ്യനെ നിങ്ങൾ ആരും നിർവചിക്കേണ്ട. അങ്ങനെ നിർവചിക്കുകയാണെങ്കിൽ നമ്മൾ മനുഷ്യനല്ല, പോസ്റ്റ് ഹ്യൂമനാണ്. അങ്ങനെ പോസ്റ്റ് ഹ്യൂമൻ ഉണ്ടാകുന്നു. സത്യത്തിന് വിലയില്ലാത്തൊരവസ്ഥക്കാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയാം. സത്യം കൂടുതൽ ശക്തമാകുന്ന അവസ്ഥയല്ല, സത്യത്തിന് വിലയില്ലാത്തൊരവസ്ഥ. ഐഡിയോളജി ഇല്ലായ്മ ഐഡിയോളജിയായി മാറുന്ന ഒരു അവസ്ഥക്കാണ് പോസ്റ്റ് ഐഡിയോളജി എന്ന് പറയാം. പ്രത്യയശാസ്ത്രങ്ങൾ കൂടി ഇല്ലാതാകുന്നതോടുകൂടി പിന്നെ മനുഷ്യനെ നിയന്ത്രിക്കാൻ യാതൊന്നുമില്ലല്ലോ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ അപ്പോളിറ്റിക്കൽ, അരാഷ്ട്രീയം എന്നത് രാഷ്ട്രീയമാകുന്ന ഒരവസ്ഥ ഒരു ഭാഗത്ത്. മറുഭാഗത്താണെങ്കിൽ ഇതിന്റെ ഒക്കെ ഒരു തരം റാഡിക്കലൈസേഷൻ. മതം എന്ന് പറഞ്ഞാൽ എന്താ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ, ഹൈന്ദവം എന്ന് പറഞ്ഞാൽ എന്താ, ആര്യവംശം എന്ന് പറഞ്ഞാൽ എന്താ, ദ്രാവിഡ ജനത എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനൊക്കെ വംശീയമായി കണ്ടുകൊണ്ട് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഓരോ കമ്പാർട്ട്മെന്റിനകത്ത് ഓരോരുത്തരെയും പെടുത്തുകയും മറ്റുള്ളവരെ അങ്ങേയറ്റം പകയോടുകൂടി ശത്രുതയോടുകൂടി മാത്രം കാണാൻ ശീലിപ്പിക്കുകയും അവിടെ എത്ര വേണമെങ്കിലും ആക്രമണകാരിയാകുവാൻ വേണ്ടി തുറന്നു വിടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം. പ്രത്യേകിച്ച് നമ്മുടേതുൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ ക്രമങ്ങളുടെ ഒക്കെ ഒരു ഫലമാണത്, അങ്ങനെയുള്ള റാഡിക്കലൈസേഷൻ. ഇതൊക്കെ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ശരിക്കും വളരെ കൃത്യമായിട്ടുള്ള ഒരു മാനസിക സാമൂഹിക ആരോഗ്യത്തിനുള്ള ഒരു പദ്ധതി, അതിനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ഒന്നിനെയും അവഗണിക്കാൻ പാടില്ല, ആരെയും കുറ്റപ്പെടുത്തേണ്ടതുമില്ല. വെറുതെ കുറ്റം പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ കുറ്റം പറയാ, അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർ ഇപ്പുറത്ത് തന്തമാരെ കുറ്റം പറയാ, ഇങ്ങനെ പരസ്പരം പഴി പറഞ്ഞത് കൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ല ഇത്. ഇതിന്റെയൊക്കെ ആഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്നതാണ്. അവിടെ വളരെ കൃത്യമായിട്ടുള്ള സൂക്ഷ്മത, വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചറിവ്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ ആവശ്യപ്പെടുന്നത് എന്ന ബോധം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. ഖുർആൻ ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ആദം അലൈഹിസ്സലാം ശൈത്താന്റെ വസ്വാസിൽ അടിപ്പെട്ടു എന്ന ഒരു കഥ തന്നെ പറഞ്ഞിട്ട് ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്ത് ഫതഅബ അലൈഹി
എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആദമിന് പശ്ചാത്താപം ഉണ്ടായി. ഈ കുറ്റകൃത്യം ചെയ്തതോടുകൂടി ആദമിന് പശ്ചാത്താപമുണ്ട്. അതൊരു വലിയ പാപമൊന്നും ആയിരുന്നില്ല. പക്ഷെ ആരംഭത്തിൽ എന്ന നിലക്ക് അത് തന്നെ വലിയൊരു ക്രൈമാണ്. അള്ളാഹു തിന്നരുത് എന്ന് പറഞ്ഞത് എടുത്ത് തിന്നു. കഥയിൽ അങ്ങനെയാണല്ലോ. അത് വലിയൊരു കുറ്റകൃത്യമായിട്ട് ഇന്ന് പരിഗണിക്കാൻ പറ്റില്ലെങ്കിലും മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭത്തിൽ അതൊരു വലിയ ക്രൈം തന്നെയാണ്. അതങ്ങനെ ചെയ്തതോടുകൂടി ആദം അലൈഹി സ്വലാമക്ക് പശ്ചാത്താപം ഉണ്ടാകുമ്പോൾ ആ പശ്ചാത്താപം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്ന വഴി പടച്ചോൻ പറഞ്ഞു കൊടുത്തു. തലക്കാദമു മിർ റബ്ബി, അങ്ങനെ ആദം റബ്ബിൽ നിന്ന് വചനം പഠിച്ചു. ഫതാബ അലൈഹി, അങ്ങനെ റബ്ബ് ആദമിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതേസമയം മാക്ബത്ത് അസ്വസ്ഥനാകുന്നുണ്ട്. ഷേക്സ്പിയറുടെ മാക്ബത്ത് അസ്വസ്ഥനാകുന്നുണ്ട്. ആ അസ്വസ്ഥതയിൽ ഇങ്ങനെയുള്ള കലിമാത്ത് ഇല്ലാത്തത് കൊണ്ടും അത്തരം ചില മാർഗങ്ങളെ സംബന്ധിച്ച് അറിവില്ലാത്തത് കൊണ്ടും മാക്ബത്ത് ആ ഒരു കുറ്റബോധത്തെ മറികടക്കുന്നത് അതിനേക്കാളും വലിയ കുറ്റങ്ങൾ വേറെ ചെയ്തുകൊണ്ടാണ്. ഇതും മാനസികാവസ്ഥയായിട്ട് മാറുന്നുണ്ട്. അതിനേക്കാളും വലിയ കുറ്റങ്ങൾ വേറെ ചെയ്തുകൊണ്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സംഗതികളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള മനഃശാസ്ത്രപരവും സാമൂഹ്യ ശാസ്ത്രപരവുമായിട്ടുള്ള സിദ്ധാന്തങ്ങളും അനാലിസിസും ഒക്കെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് മൗലികമായി തിരിച്ചറിയേണ്ടത് നമ്മളാണ്. അതേസമയം നമുക്കിടയിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ലഹരി ഉപഭോഗവും വളരെ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർദ്ധിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ജാഗ്രത വിശുദ്ധ ഖുർആൻ ഉപദേശിക്കുന്നു. എന്തിന് നിസ്കരിക്കുന്നു, എന്തിന് നോമ്പ് നോൽക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല പ്രധാനം, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളിടത്ത് ഒരു ഭാഗത്ത് കർമ്മശാസ്ത്രപരമായ സൂക്ഷ്മത, വേറൊരു ഭാഗത്താണെങ്കിൽ ആധ്യാത്മികമായ സൂക്ഷ്മത, അല്ലെങ്കിൽ ഒരുതരം ഈ വൈരാഗ്യപരമായിട്ടുള്ള ഒരു സൂക്ഷ്മത. ഇത്തരം സൂക്ഷ്മതകൾക്കപ്പുറം എന്തിനിത് ചെയ്യുന്നു, നിസ്കരിച്ചത് കൊണ്ട് മനുഷ്യൻ എന്താ ഗുണം? ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിൽ അള്ളാഹനുസരിച്ചോളൂ എന്നൊന്നുമില്ല. പക്ഷെ ഗുണം പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെന്നേ. ഗുണം പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, മോശമായിട്ടുള്ള സകല കാര്യങ്ങളിൽ നിന്നും നിസ്കാരം മനുഷ്യനെ തടയുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ നിസ്കരിക്കുക തന്നെയാണോ എന്നതിനെ കുറിച്ച് നമ്മൾ തന്നെയാണല്ലോ ആദ്യം അവെയറാവേണ്ടത്. ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണല്ലോ. അങ്ങനെ തന്നെയാണോ നമ്മൾ നിസ്കരിക്കുന്നത്? നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയുള്ളവരാകുവാൻ, തഖ്വയുള്ളവരാകുവാൻ. ആ തഖ്വയെ സംബന്ധിച്ച് അത് പ്രവാചകൻ എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാരനായി മാറും. നോമ്പ് നോറ്റിട്ട് റമദാനിൽ പ്രവാചകൻ ഉദാരനായി മാറുന്നു. അങ്ങേയറ്റത്തെ ഉദാരത. സ്വതവേ തന്നെ ഉദാരനായിട്ടുള്ള പ്രവാചകൻ വീണ്ടും ഉദാരനായി മാറുക എന്ന് പറഞ്ഞാൽ ആ ഔദാര്യത്തിന്റെ അളവ് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ അങ്ങേയറ്റം സഹനശീലനായി മാറുന്നു. സഹനം എന്നുള്ളത് പ്രവാചകന്റെ ഗുണമാണ്. കാരണം സ്വാഭിര്യങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ ഗുണങ്ങളും പ്രവാചകന് കിട്ടിയിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അത് ഏറ്റവും സഹനശീലരായിട്ടുള്ള ആളുകൾ ഏറ്റവും ക്ഷമാലുക്കളായിട്ടുള്ള ആളുകൾക്ക് മാത്രം കിട്ടേണ്ടതൊക്കെ പ്രവാചകന് വളരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും സഹനശീലം പ്രവാചകനുണ്ട്. എന്നിട്ടും റമദാനിൽ കൂടുതൽ സഹനശീലനായി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ അളവ് എത്രയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള മൂല്യങ്ങൾ. ഈ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ സമുദായം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുതിയ ജനറേഷൻ അവർ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെന്നല്ലല്ലോ വിഷയം. അവിടെ നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, മറിച്ച് എന്തിനു നിസ്കരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് വിഷയമാണ്. കേവലം സാങ്കേതികമായിട്ട് മാത്രം നമ്മൾ എല്ലാത്തിനെയും പഠിപ്പിക്കുന്നു. മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതാണ്, സുന്നത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിസ്കാരത്തിന്റെ ഫർളിന്റെ മുമ്പും ശേഷവും നിസ്കരിക്കേണ്ട സുന്നത്തും പള്ളി കയറേണ്ട സുന്നത്തും ഒക്കെ അതിലുണ്ടാവും. പക്ഷെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നബിചര്യയാണ്. പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ വിറക് കെട്ടുകൊണ്ട് കഷ്ടപ്പെടുന്ന, അത് ചുമക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്ന സ്ത്രീയെ കണ്ടപ്പോൾ ആ ഭാരം സ്വന്തം തോളിലേക്ക് ഏറ്റിവെച്ചത് സുന്നത്താണെന്ന് ഏത് മദ്രസയിൽ ഏത് കിതാബിലാണ് പഠിച്ചിട്ടുള്ളത് എന്നാരെങ്കിലും പറഞ്ഞാൽ തരക്കേടില്ല. അത് സുന്നത്തായിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ടോ? ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും ചെയ്താൽ കൂലിയുള്ളതും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കേവലം സാങ്കേതികവൽക്കരിക്കുമ്പോൾ അതിന് പ്രശ്നമുണ്ടല്ലോ. അതുപോലെ തന്നെ തനിക്ക് നേരിട്ടുള്ള ഒരു നീതി നിഷേധത്തെ പറ്റി ഒരാൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് പരിഹരിക്കുവാൻ വേണ്ടി ചാടിപ്പുറപ്പെട്ട പ്രവാചകനെ സംബന്ധിച്ച് എന്ത് വിചാരിക്കുന്നു? ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികളുണ്ട്. അപ്പൊ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നോമ്പിനെ, നമ്മുടെ നിസ്കാരത്തെ, നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ ആരാധനാകർമ്മങ്ങളെ ഒക്കെയും ശരിയായ രൂപത്തിലാക്കുക. അങ്ങനെ നമ്മൾ തന്നെ മാറുക. നമ്മുടെ ജനറേഷനെ ആ ഒരു മാറ്റത്തിന്, അടുത്ത ജനറേഷൻ ആ ഒരു മാറ്റത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ചില സൂചനകൾ മാത്രം തരിക എന്നത് മാത്രമേ ഒരു ഖുതുബയിൽ സാധിക്കുകയുള്ളൂ. ആനുകാലികമായി പ്രസക്തമായ ഒരു വിഷയമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്.
എന്തായിരുന്നാലും ചെകുത്താന്റെ എല്ലാ തരത്തിലുള്ള ദുർബോധനങ്ങളിൽ നിന്നും ദുഷ്പ്രേരണകളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന റമളാൻ അതിന്റെ എല്ലാ അനുഗ്രഹങ്ങളും തികച്ചു തന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ധന്യരാക്കുമാറാകട്ടെ.